എല്ലാവർക്കും nimshaskitchen സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെൻ പൊങ്കലാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു തമിഴ്നാട് സ്റ്റൈൽ ഡിഷാണ്. ഇത് കോക്കനട്ട് ചട്നിയുടെ കൂടെ അതുപോലെ തന്നെ സാമ്പാറിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിതിപ്പോൾ പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കണതെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതായത് മൂങ് ദാൽ. പിന്നെ 1/2 കപ്പ് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ പച്ചരി വേറെ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പച്ചരി തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. ഈ അരിയുടെയും പരിപ്പിൻ്റെയും പ്രപ്പോർഷൻ എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് എടുക്കാറ്. ഞാൻ അരിയുടെ ഡബിളാണ് ചെറുപയർ പരിപ്പ് എടുത്തിരിക്കുന്നത്. പക്ഷേ ചിലവർ അരി കൂടുതലെടുത്തിട്ട് ചെറുപയർ പരിപ്പ് കുറച്ച് ചേർക്കാറുണ്ട്, അതുപോലെ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പല രീതികളും ട്രൈ ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രപ്പോർഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചോറിൻ്റെ ടേസ്റ്റ് വരും. ചെറുപയർ പരിപ്പ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മുഴുവനോട് കൂടിയുള്ള കുരുമുളകാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. കുരുമുളക് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പൊങ്കലിന്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ്. കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ. 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3 4 ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. 1.5 ടീസ്പൂൺ തൊട്ട് 2 ടീസ്പൂൺ ഒക്കെ വരെ മതി, ഒരുപാട് വേണ്ട. പിന്നെ 2 തണ്ട് കറിവേപ്പില, 10-15 കാഷ്യൂനട്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും ഓയിലും മിക്സ് ചെയ്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറയാം എത്ര ഞാൻ എടുക്കേണ്ടതെന്ന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ വെള്ളം വേണം. വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറയാം. ഞാനിവിടെ അരിയും ചെറുപയർ പരിപ്പും നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ച അരിയും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ്, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ വരും. ഈ പരിപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറും. ആദ്യം ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതിൽ ഓയിലോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈ റോസ്റ്റ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടിയും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് മതി. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്രഷർ കുക്കറാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കണത് കുക്കറിലാണ് കേട്ടോ. ഞാനിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കണത്. നെയ്യ് നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയൊന്നും കൂടരുത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. 1 തണ്ട് കറിവേപ്പിലയും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പൂല്ലേ അതിട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാനിപ്പോൾ 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് 1.5 കപ്പ് ആണ് ഇപ്പോൾ അരിയും പരിപ്പും കൂടി എടുത്തിരിക്കുന്നത്. അതിന് 5 കപ്പ് വെള്ളം. കാരണം അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ്
ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം പൊങ്കൽ എപ്പോഴും കുറച്ച് നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും കഴിക്കുമ്പോൾ പല രീതിയിലാണ് പൊങ്കൽ ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 5 വിസിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കണത്. കാരണം പൊങ്കലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കുഴയണം. അപ്പോഴേ തന്നെയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കണത്. ഇപ്പം ഇത് 5 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഇതുപോലെ കുഴഞ്ഞ് വരണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെൺപൊങ്കൽ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി വരണം. കാരണം ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ എടുക്കാം. ഈ പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ജീരകം എന്ന് പറയുമ്പോൾ ഞാൻ ക്യുമിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുരുമുളക് ഇല്ലേ നേരത്തെ എടുത്ത് വെച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കാഷ്യൂനട്ടൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മതി. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുരുമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ വരും. കാരണം കുരുമുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമ്മൾ ഈ പൊങ്കൽ കഴിക്കുമ്പോൾ കുരുമുളകൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ പൊങ്കലിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ചിലവർ ഇതിങ്ങനെ തയ്യാറാക്കി എടുത്തതിന് ശേഷം അവസാനം നെയ്യ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഒരുപാടൊന്നും നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് കുഴഞ്ഞു പോകുമോ എന്നുള്ളൊരിത്. കാരണം ഇത് കുഴഞ്ഞു തന്നെയാണ് വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. ഹസ്ബൻഡ് പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു, ചെന്നൈയിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പൊങ്കൽ ഉണ്ടാക്കാൻ അറിയുമെന്ന്. അന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പലരുടെ അടുത്തും എൻ്റെ പല തമിഴ് ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ വേറെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പീനെ പറ്റി. അപ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അവസാനം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഇത് മാറ്റിയെടുത്തു. കുട്ടികൾക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത്. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. പക്ഷെ നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും. പക്ഷെ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ചെന്നൈയിലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ വെൺപൊങ്കൽ റെഡി ആയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇത് കമത്തിയെടുത്തതാണ്. ഇത് ഞാൻ കഴിക്കണത് കോക്കനട്ട് ചട്നിയുടെ കൂടിയും സാമ്പാറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ഉഴുന്നുവടയുടെ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും